അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു നഹ്മദു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. പിർസത്തെ സഹോദര സഹോദരിമാരെ, പ്രത്യേകമായിട്ടും നിങ്ങൾ മനസ്സിലാക്കുന്ന വിഷയത്തിക്കറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമരെ സുന്നത്ത് ചൊന്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടപ്പാട്ടിയത് ചൊന്തും സ്വഹാബിമാർ ആക്കിയത് ചൊന്തും ഈ ഉമ്മത്തിലെ ഫിത്തനലും ഫസാദിലാക്കു വേണ്ടിയിട്ട് മുസ്ലിയാക്കന്മാർ സക്കാഫിമാർ പല രൂപത്തിലും കളവ് ചൊല്ലത് കാണാം. അതിലൊന്ന് ഇത്തിക്കറ ഈദ് മിലാദ് ആഘോഷ ചൊന്തുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കിയത് ചൊന്തു സ്വഹാബിമാർ കാട്ടിറാറ് ചൊന്തുല്ലേ പല കളവും ഈ സമുദായത്തിൽ ഈ ആൾമാർ ഇട്ട് കൊടുക്കരുത് കാണാം. പ്രത്യേകമായിട്ട് മനസ്സിലാക്കുള്ളത് ഒരു സക്കാഫി പ്രത്യേകമായിട്ട് ചൊല്ല ഒരു പൽക്കണങ്ങ കേൾക്കാം. സുഹരി എത്തിക്കർ പ്രായത്തിൽ അറിയപ്പെട്ടത് ഒരു കോമഡി മുസ്ലിയാർ ചൊന്ത എത്തിക്കർ തങ്ങൾ കൊണ്ടുവണ്ട് ഈ വിഷയത്തില് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മൗലിദ് കാര്യക്രമാക്കിക്കൊണ്ടുള്ള ഔത്തുലും ഇത്രയും പള്ളിലും എല്ലാ പക്കനങ്ങ ആക്കിക്കൊണ്ടിരിക്കുമ്പോ ഇതിനെ കുറിച്ചിട്ട് ചൊല്ലു മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന റഫീഖി ഫിൽ ജന്ന. ഒരു ദിർഹം അല്ലെങ്കിൽ ഒരു ദീനാർ അല്ലെങ്കിൽ ഒരു ഉറുപ്പ അല്ലെങ്കിൽ 10 ഉറുപ്പ ഞങ്ങളുടെ ഭാഷയില് ഈ ഒരു ഉറുപ്പ പടച്ചവന്റെ ഈ ദീൻ വിഷയത്തിൽ പടിപ്പാട്ടി തന്ന നബി തങ്ങള് ആ നബി തങ്ങളെ മൗലിദിന് വേണ്ടി ചെലവാക്കിയെങ്കിൽ നമ്മളങ്ങ കേട്ട ഹജൽ ഹൈത്തമി ഉദ്ധരിക്കരുതായ ഒരു ഉദ്ധരണി ചൊന്ത തിക്കർ ചൊല്ലത് അത് അയലതാ നിഅമത്തുൽ കുബ്ര ചൊന്തല കിതാബ് അയലതാ അല്ലേ ചൊന്തല ചർച്ച വേറെ തിക്കർ അത് പിന്നെ നോക്കാം. എന്തെങ്കിലും ഈ വ്യക്തി ചൊന്നുള്ളത് ഹജൽ ഹൈത്തമി ചൊന്നുറന്തു അതിൽ മുന്നൂറ് ആ ഹജറുൽ ഹൈത്തമി ചൊന്ന ഏത് നൂറ്റാണ്ടുകാർ ഐത്തിക്കർ 1174 ഐത്തിക്കർ വഫാത്തായത്. അതായത് 1174 വഫാത്തായ ചൊല്ലുമ്പോൾ ഏകദേശം 1000 വർഷം കഴിഞ്ഞാൽ പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാമിമാർ വഫാത്തായിട്ട് 1000 വർഷ ആ മുട്ട ഒരു ಸಂದರ್ಭത്തിൽ ഐത്തിക്കർ ഈ ചങ്ങായി ಬಂತು ചൊല്ലത് ಎಂದರೆ ಅಬೂಬಕರ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಎಂದರೆ ഒരു ദിനാർ ചെലവാക്കിയ കാന റഫീഖി ഫിൽ ജന്ന ചൊന്നുറോത്ത് പച്ച കളവ് ഐത്തിക്കർ ഒർക്കത്തും അംഗീകരിക്കാൻ സാധ്യമില്ലാത്ത വിഷയം ഐത്തിക്കർ. ഒന്നാമത്തെ ഹജൽ ഐത്തം ചൊന്നറ ഇല്ലേ ചൊന്തല വേറെ ചർച്ച ചെയ്തിക്ക. ഇനി ചൊന്നര എന്താ 1000 വർഷത്തിൽ പിന്നെ ಬಂತ ഒരു വ്യക്തി ചൊന്നതിന് അംഗീകരിക്കുവോ ആരെങ്കിലും റെഡിയുള്ളാറാ? ഒരാൾ റെഡിയില്ല. കാരണം എന്തേ ഹഖീഖത്തിൽ അങ്ങനല്ല, യഥാർത്ഥമായിട്ട് അങ്ങനല്ല. നോക്കൊരു ഈദ് മിലാദ് ഒരു പുറാവി ഇല്ല ചൊന്തല അത് വ്യക്തൈത്തിക്കർ സ്വഹാബിമാറിലും താബയിമാറിലും ഒരാൾ നിന്ന് കിട്ടിയതല്ല. എന്തില്ലെങ്കിലും ഇമാം അബു ഹനീഫ റഹിമഹുല്ല എത്ര 150 ഹിജ്റയിൽ വഫാത്തായ ആൾ അയാളെ ജീവനത്തിലെങ്കിലും ഇക്കണ്ടേ അതുമില്ല, അയാളൊരു ഉദ്ധരണി ഇക്കണ്ടേ ഈദ് മിലാദിന്റെ വിഷയത്തിൽ അതുമില്ല. എന്നാൽ അതുപോട്ടെ ഇമാം മാലിക് റഹിമഹുല്ല അയാളെ ജീവനത്തിൽ 171 ഹിജ്റയിലല്ലേ വഫാത്തായത്. അപ്പം ആ സന്ദർഭത്തിൽ വഫാത്തായ ആളെ തിക്കർ അയാളെ ജീവനത്തിലുണ്ട് അതുമില്ല. ഇനി എന്തില്ലെങ്കിൽ ഇമാം ഷാഫി റഹിമഹുല്ല 204 ഹിജ്റയിൽ വഫാത്തായത് 204 ഇത് എപ്പോൾ ഈ തിക്കർ 1370 അതായത് 1000 വർഷം 800 വർഷം പിന്നെ ഈ തിക്കർ വന്നത് ഇമാം ഷാഫി റഹിമഹുല്ല. പിന്നെ 800 വർഷത്തിൽ പിന്നെ ഈ തിക്കർ ഹജൽ ഹൈത്തമി വന്നത്. ഈ ഇമാം ഷാഫി റഹിമഹുല്ല 204 ഹിജ്റയിൽ വഫാത്തായ ഇമാം ഷാഫി റഹിമഹുല്ല ഒരു ജാഗ്യ പോലും ഈദ് മീലാദ് ആക്കുന്ന ചൊന്ത ആക്കര വിഷയത്തിൽ അതിൻ്റെ ചർച്ച മദര മസ്അലമ ഒന്നും പടപാടിത്തില്ല. ഇനി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ആവട്ടെ 241 ഹിജ്റയിൽ വഫാത്തായ പടപാടിത്തില്ല. ഇമാം ബുഖാരി ആവട്ടു, ഇമാം മുസ്ലിം ആവട്ടു, ഇബ്നു മാജ ആവട്ടു, അബൂദാവത്തു അല്ലെങ്കിൽ തിരുമതി ആവട്ടു, നസായി ആവട്ടു, ഇങ്ങാറും ഇനി തഫ്സീർ ഗ്രന്ഥത്തിലുള്ള ഹജൽ ഇമാം തബരി റഹിമഹുല്ലാ ആവട്ടെ അല്ലെങ്കിൽ ഖുർത്തുബി ആവട്ടെ ഇങ്ങാറും ഈദ് മിലാദ് ചൊന്തുള്ള ഒരു ചർച്ച കൊടുന്ന് കാണാൻ സാധ്യമല്ല. ഈദ് മിലാദ് ചൊന്തുള്ള ഒരു സംഭവമേ കൊടുത്തില്ല. ആയെങ്കിൽ ഇതെല്ലാം ഞങ്ങൾ ചൊന്നെന്താ എങ്കിൽ വിശ്വസിക്കുക റെഡിയാവില്ല. അതുകൊണ്ട് ഇങ്ങലമേ മുസ്ലിയാർ ഇങ്ങനെമേ അറിയപ്പെട്ടങ്ങനത്തെ ഒരു വലിയൊരു ഹുദവി തിക്കറ സിംസാറുൽ ഹക്ക് ഹുദവി ആ വ്യക്തി ചൊല്ലുന്ന ഞങ്ങൾ കേൾക്കാം. എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിതങ്ങളോ താബിഈങ്ങളോ ഇത് റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. എന്നാൽ നിബിതങ്ങളുടെ കാലത്തോ സ്വഹാബത്തിന്റെ കാലത്തോ ഇല്ലാത്തത് മുഴുവൻ എതിർക്കപ്പെടേണ്ടതാണെന്നോ പാടില്ലാത്തതാണെന്നോ ചെയ്യാൻ പാടില്ലാത്തതാണെന്നോ പറയാൻ പാടുണ്ടോ? എന്താ തിക്കർ ചൊന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവട്ടെ സ്വഹാബിമാറാവട്ടെ താബിഈമാറാവട്ടെ ഈദ് മിലാദ് ആഘോഷത്തില്ല ചുമത്തുള്ളത് ഹക്കൈ തിക്കറന്ത് യഥാർത്ഥമായി തിക്കറന്ത്. പിന്നെ ഉസ്താദിന്റെ ഭാഗം അങ്ങനെ ആക്കില്ല എന്ത് അങ്ങനെ ആക്കാത്തത് ആക്കി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാ ചുമത്തില്ല അത് പിന്നെ ഉസ്താദിന്റെ ഭാഗ തിക്കർ അത് നമുക്ക് ആവശ്യമില്ല. അതും കൂടെ യഥാർത്ഥമായിട്ടുള്ള ഹക്കൈ തിക്കർ എന്തായി തിക്കർ ചൊന്നത് ഹുദവി നബിയും സ്വഹാബിമാറും ആക്കിയിട്ടില്ല. ആ സ്വഹാബിൽപ്പെട്ട ഒരു സ്വഹാബി തിക്കർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ക് പിടില്ലാത്തതായി തിക്കറന്ത്. ഇതൊരു വിഷയത്തിൽ ഐത്തിക്കർ സുഹരി പച്ചയിത്ത് ഇത് ഗൊന്തിന്ത് പോലെ ഐത്തിക്കർ സമുദായത്തെ വഞ്ചനലാക്കു വേണ്ടി തൈത്തിക്കർ ഈ സമുദായത്താൽമാരെ ലൂട്ടിയാക്കു വേണ്ടി തൈത്തിക്കർ അങ്ങനെ വിശ്വാസത്തിൽ വഞ്ചനാക്കരുത് ഐത്തിക്കരുത് പച്ചയിത്തുള്ള കളവ് ഈ സുഹരി ചൊന്നുള്ളത് യഥാർത്ഥ ഗൊന്തിന്ത് പോലും അതിൽ ഒൺപാട്ടി വെച്ച് തൈത്തിക്കർ കളവ് ചൊന്നുള്ളത്. നാല റബ്ബുലമൊന്നുള്ള ഉത്തര കൊടുക്കുള്ള വിഷയത്തിക്കർ ഈ സമുദായത്തെ നരകത്തിൽ കൊമ്പോണ്ട വിഷയത്തിക്കർ ഈ സുഹരി ആക്കിയൊന്നുള്ളത്. ഇനി രണ്ടാമത്തെ ഇത് ആ സുഹരി ചൊല്ലി നോക്കും. ഉമർ തങ്ങൾ
ചൊല്ലോ അതേ മൻ അല്ലമ മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖദ് അഹയൽ ഇസ്ലാം. ഒരാൾ മൗലിദിനെ ബഹുമാനിച്ചിട്ട് എല്ലാ ആഡംബരത്തിൽ നടക്കുന്ന ഞങ്ങളെ ഈ മജ്ലിസ് കാര്യക്രമങ്ങൾ ഇതിനെ ബഹുമാനിച്ചിട്ട് ഒരാൾ വന്നിട്ട് ദൈക്റായെങ്കിൽ ഫഖദ് അഹയൽ ഇസ്ലാം, അവനത് ഇസ്ലാം ദീന്റെ ഹയാത്താക്കിയവനെ പോലെ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലേക്ക് ഇവിടെ നിങ്ങൾക്ക് ചൊല്ലുള്ളത് സഹോദരന്മാരെ, ഈ വ്യക്തി 4 സ്വഹാബിമാരുടെ വിഷയത്തിൽ ചൊല്ലും. ബൂക്കർ റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ ചൊന്ന പോലെമേ, ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ ചൊന്ന പോലെമേ, പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ വിഷയത്തിലും അതേപോലെ അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിന്റെ വിഷയത്തിലും ഇതേപോലെ ചൊല്ലത് കാണാം. ഇവിടെ നിങ്ങൾക്ക് ചൊല്ലുകൊല്ലത് ഇതൊരു കളവല്ലേ, എന്ത് കയറ്റിക്കറ് ഈ കളവ് ഉദ്ധരിക്കരെ സുഹൂരി പിടിയന്ത് പോലും ഈ സമുദായത്തെ വഞ്ചനലാക്കർ എന്തേറ്റിക്കറ്. എന്തില്ലെങ്കിൽ ഇങ്ങനെ ഷാഫി മദ്ഹബരെ കിതാബുണ്ടല്ലേ, 100 കണക്കിൽ ഫിഖ്ഹരെ കിതാബില്ലേ, ആ ഷാഫി മദ്ഹബരെ ഏതെങ്കിലും ഇങ്ങനെ അംഗീകരിക്കാതായ ഷാഫി മദ്ഹബരെ ഏതെങ്കിലും ഒരു സ്വീകരിക്കപ്പെട്ട രംഗത്ത് ഏതെങ്കിലും ഒരു ഫിഖ്ഹ് ഗ്രന്ഥത്തിൽ കിതാബുൽ ഈദൈൻ ചൊന്തുള്ള ചർച്ച അല്ലാത്ത അല്ലെങ്കിൽ കിതാബ് സ്വലാത്തിൽ ഈദൈൻ ചൊന്തുള്ള ചർച്ച അല്ലാത്ത മൂന്നാമത്തെ ഒരു ഈദിലെ ഒരു ചർച്ചയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഇല്ലല്ലേ ഇന്നെങ്കിലും ചർച്ച പണ്ടേ. ഹദീസ് ഗ്രന്ഥം എടുത്ത് നോക്കട്ടെ, എത്ര ഹദീസ് ഗ്രന്ഥം ഇല്ലേ, ഇമാം ബുഖാരി മുസ്ലിം ഇങ്ങനെ എത്ര ഉണ്ടല്ലേ. ഓരോ ഹദീസ് ഗ്രന്ഥത്തിൽ പോലും എന്തിനില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ബർത്ത്ഡേ ആഘോഷം ഈദ് മിലാദുൽ വിഷയത്തിൽ ചർച്ചയില്ല. പിന്നെ ഉള്ളെന്തായിത്തിക്കറ് കിതാബുൽ ഈദൈൻ 2 ഈദിലെ വിഷയത്തിലുള്ള ചർച്ച, അല്ലെങ്കിൽ കിതാബ് സ്വലാത്തുൽ ഈദൈൻ ഈദിലെ സ്വലാത്ത് നിസ്കാരത്തെ വിഷയത്തിലുള്ള ചർച്ച ചൊന്തു ധാരാളമായിട്ടുള്ള ഹദീസ് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയെങ്ക ഈദ് മിലാദുള്ള ഒരു ചർച്ചയില്ല. ഇതും നിങ്ങൾ ചൊന്നെങ്കിൽ മയ്യാവില്ലാത്തായെങ്കിൽ ഒന്നുകൂടി ഈ 4 പ്രത്യേകത കൊടുക്കലും ഈ കുക്കിലദാരിമി ചൊന്ന പോലെ ಅಂದರೆ ലൈലത്തുൽ ഖദർ കാണ്ടി ഖൈറൈത്തിക്കർ ചൊന്തു പച്ച കലവൈത്തിക്കർ അല്ലാഹു 4 ഉത്തര കൊടുക്കಲು ವಿಷಯತಿಕರ್ ಆಯಂಗ ಇದಕ್ಕೆ ಪ್ರತ್ಯೇಕತೆ ಕೊಡ್ಕೊರು ಈ 4 ಪ್ರತ್ಯೇಕತೆ ಐತಿ ಕಾಂಡ ವಿಷಯದಲ್ಲಿ ಎಂದೈತಿಕರ್ ಇಗಲಮೇ ಸಕ್ಕಾಫಿ ಮಾರ್ಚೊಂದು ನೋಕೊರು ಕೋಟು ಸಕ್ಕಾಫಿ ചൊല്ലിതായ പൽക്കಗೆ ಕೊರು. പിന്നെ ഈ നബിദിനാഘോഷത്തിന് ചില ആളുകൾ ഒരു പ്രത്യേകമായൊരു ഇബാദത്തായി ആരെങ്കിലും പരിഗണിക്കുകയും അതിനൊരു ഇബാദത്തായി കാണുകയും ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണ്, അത് തശ്രീയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റബീഉൽ അവ്വൽ 12 വലിയ മഹത്വമുള്ള ദിവസമാണ് എന്ന് ചില ആളുകളൊക്കെ അവരുടെ കാഴ്ചപ്പാടുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറയണമെന്ന നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ റബീഉൽ അവ്വൽ 12 11 ഇല്ലാത്ത ഒരു പ്രതിഫലം ഏതെങ്കിലും ഒരു കർമ്മത്തിനുണ്ട് എന്നോ അല്ലെങ്കിൽ 11 ചെയ്യാൻ സുന്നത്തില്ലാത്തൊരു കാര്യം പ്രത്യേകമായ സുന്നത്താണ് 12 എന്നോ ഇതൊന്നും നമ്മൾ ആരും പറയുന്നില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അതൊക്കെ പ്രത്യേകമായ തശ്രീകളാണ്, അത് പുതിയതുണ്ടാക്കലാണ്, അത് ബിദ്അത്ത് മുൻകറത്തിന്റെ ഇനത്തിൽപ്പെടും. എത്ര വ്യക്തൈത്തിക്കർ സഹോദരന്മാർ, ഇത് ഒരു പ്രത്യേകമായി ഞങ്ങൾ പൽക്ക ചൊല്ലണു എന്തില്ല, ഇത് കട്ടാക്കിയത് ഇത് പ്രത്യേകമായി എഡിറ്റ് ആക്കിയത് എന്തുമല്ല. ഇതിങ്ങനെ ഉസ്താദ്മാർ ചൊന്നുമില്ല തൈത്തിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ബായര കൊണ്ട് ഹക്കർ ബർപ്പാട്ടിയുള്ള എത്ര വ്യക്തമായി തൈത്തിക്കർ ചൊന്നത്. അതിന് പ്രത്യേകത കൊടുക്കൊരു തശ്രീ ഐത്തിക്കർ, തശ്രീ എന്ന ദീനിൽ ഷറഅാക്കർ ഐത്തിക്കർ, അള്ളാഹുര ദീനിൽ ഇല്ലാത്തത് അള്ളാഹുര ദീനിൻ്റെ ഭാഗാക്കർ ഐത്തിക്കർ. ഇത്ര വ്യക്തമായി ചൊന്നാൽ പിന്നെ എങ്ങനെ ഐത്തിക്കർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മേലും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മേലും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മേലും അലി റളിയല്ലാഹു അൻഹുവിന്റെ മേലും പച്ചയിത്തുള്ള കലവും ഈ സുഹരി ചൊല്ലത്. ഇത് പിടിയുന്നതല്ലേ വഞ്ചനാക്കരുത്. നോക്കൂ, അതിന് വേണ്ടിയിട്ട് തൊക്കെ സക്കാഫിരെ കാണാം ഒരു ഭാഗത്തിൽ കുൽ ബി ഫദ്ലില്ലാഹി വബി റഹ്മതി വബിദാലിക ഫല്യഫറഹു ചൊല്ലൽ ആയത്തോതിൽ തൊക്കെ മാത്രമല്ല. അതേപോലെ മുനീർ സക്കാഫി മൈത്തിക്കർ എനിക്ക് പിടിയിൽ ഇത് റഹ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്ത് ചൊന്തു. തഫ്സീറിൽ പല അഭിപ്രായമുണ്ട്. ഇങ്ങനെ ജലാലൈനെ എടുത്ത് നോക്കിയും കാണാം റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിച്ച നബി ചൊല്ലയില്ല, ഇവിടെ ചർച്ചമില്ല. എന്തെങ്കിലും പ്രശ്നമല്ല. നബി റഹ്മത്ത് ഐത്തിക്കർ ചൊന്തുള്ളത് വ്യക്തല്ലേ, അത് വേറെ ആയത്തിൽ നസ്സൻ പിടിയുള്ള വിഷയമല്ലേ. ഉമ അർസൽനാക്കില്ല റഹ്മത്ത് അല്ലി ആലമീൻ ചൊന്തൽ ആയത്തെ നിങ്ങൾക്ക് കാണുന്നതല്ലേ. അങ്ങനെ കൂടെ ചർച്ച അങ്ങനല്ല. ഇത് എഹ്തിഫാലുപോലെ ദലീൽ ഇത് ആരെടുത്തത് എന്തിലും ഇങ്ങനെ തഫ്സീർ ജലാലൈൻ, അതായത് ജലാലുദ്ദീൻ മഹല്യം അതേ ജലാലുദ്ദീൻ സുയൂത്തി രണ്ടാളും ഒട്ടിക ഉണ്ടാക്കിയതായ തഫ്സീർ ജലാലൈൻ ചൊന്ന് അറിയപ്പെട്ടതായ ഇതിന്റെ വിഷയത്തിൽ ഫദ്ൽ കൊണ്ട് ഉദ്ദേശിക്കർ ഇസ്ലാം ചൊന്തും റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കർ ഖുർആൻ ചൊന്നൈത്തിക്കറാർ. അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബർത്ത്ഡേ ആഘോഷിക്കൽ ചർച്ചമേ കൊന്നില്ല. അപ്പോൾ ഇത് വ്യക്തമായിട്ട് പൊടിയുള്ള വിഷയത്തിക്കർ ഈ സുഹരികം. അത് മാത്രമല്ല ഇതിലെ ഹുക്കും എന്തിരൈത്തിക്കർ സുന്നത്ത വാജിബ എന്തിരൈത്തിക്കർ ഇതിലെ ഹുക്കും എന്തിരെ കേട്ട എന്താ പെടുത്തില്ല എനിക്ക്. അത് മാത്രമല്ല അക്കീക്കർ ഹദീസ് കൊണ്ടത് അങ്ങനെ ഇതിന് 3 വർഷം ഇവിടെ ചൊന്നതൈത്തിക്കർ അക്കാനി നഫ്സി ബഅദമാ ബുഇസഹു നബിയ ചൊത്തുള്ള ഹദീസ് എടുക്കർ ദഈഫായ ദുർബലമായ ഹദീസ് ഐത്തിക്കർ അതിനെ വെച്ച് ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ജന്മദിനം ആഘോഷിക്കൊണ്ട് ചൊന്തല്ലേ. അപ്പോൾ ഇതെല്ലാം പച്ചയിത്തുള്ള കലവ് ചൊന്ത സുഹരിക്കും സുഹരി ആൾമാർക്ക് എല്ലാവർക്കും പിടിയന്ത് പോലും ഈ സമുദായത്തെ ഇങ്ങനെ വഞ്ചനലാക്കർ ഒക്കവും സമല്ല.
പിടിയുള്ള വിഷയത്തിക്കർ നിങ്ങൾക്ക് വ്യക്തമായിട്ട് എന്തൊരു ദീനിൽ ഇസ്ലാമിൽ ഒരടിസ്ഥാനവും ഇല്ലാത്തങ്ങനത്തെ വിഷയത്തിക്കർ ബിദഅത്തൈത്തിക്കർ മുൻകറൈത്തിക്കർ ചൊന്തു വ്യക്തമായിട്ട് പിടിയുള്ള ഒരു വിഷയത്തിക്കർ ഈദ് മിലാദ് ചൊത്തുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബിദഅത്ത് വിടണു. ഇത് ഇല്ലാത്ത ദലീലെടുക്കൽ ഒരു ആവശ്യമില്ല. സുഹുരട്ടിക്ക് പ്രത്യേകമായി ചൊല്ലവുള്ളത് ഇങ്ങനെ പച്ചയിട്ട് കളവ് ചൊന്ത് ഈ ഉമ്മത്ര നരകത്ത് കുമ്പോണ്ടത് പാടില്ല. ഒർക്കത്ത് മനാക്ക് തീരെ സമല്ല. നിങ്ങൾ അടുപ്പുറ കലയിത്തിക്കു ഇങ്ങനെ കളവ് ചൊന്തു ആൾമാരെ ವಂಚನಾക്കരുത്. അങ്ങനെ അപകട ഇത്തിക്കർ സമല്ല. ഒർക്കത്ത് മനാക്ക് തീരാത്ത വിഷയത്തിക്കർ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി നിങ്ങൾ ദുആർಕೊಂಡು റബ്ബേ ഇത്തരത്തിലുള്ള ഫിത്നാക്കര ആൾമാർ ഫസാദാക്കര ആൾമാർ ദീനിൽ ವಂಚನಾക്കര കളവ് ചൊല്ല ആൾമാരെ ഷർറിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തി ചൊന്തു. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.